മറയൂരിന്റെ പ്രകൃതി ഭംഗിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലേ? ഈ പ്രകൃതി ഭംഗി ആസ്വദിച്ച് പോകുന്ന പലർക്കും ഒരുപക്ഷെ ആ നാടിന്റെ പൈതൃകത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും ഒക്കെ അറിയാറുണ്ടാകില്ല. ഇത് ജനങ്ങളിൽ എത്തിക്കാനുള്ള ഉദ്യമം ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ വനം വകുപ്പ്. എന്താണെന്ന് നോക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് മറയൂർ ചന്ദനക്കാടിനകത്താണ്. എൻ്റെ പിന്നിൽ കാണുന്ന ഈ പാറയുണ്ട്. ഈ പാറ എഴുത്തള എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഗ്രാമവാസികൾ ഇതിന് പത്തിപ്പാറ എന്നും പറയുന്നുണ്ട്. ഈ പാറയിൽ അവ്യക്തമാണെങ്കിലും ഒരു ശിലാചിത്രമുണ്ട്. 3 മനുഷ്യരുണ്ട്. അതോടൊപ്പം തന്നെ നായയുണ്ട്, വന്യജീവികളുടെ ചിത്രമുണ്ട്. ഇപ്പോൾ അത് കുറച്ച് അവ്യക്തമാണ്. ഇപ്പോൾ ഈ അവ്യക്തമായ ചിത്രം വീണ്ടെടുക്കാനുള്ളൊരു ശ്രമം വനംവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ നമ്മളോടൊപ്പം മറയൂർ DFO ഉണ്ട്. നമ്മൾ എന്താ ഈ ചിത്രത്തിൽ നിന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചത്? ഈ പ്രദേശത്തിന് ഒരു വലിയൊരു സംസ്കാരം ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു ഭയങ്കര ഒരു തെളിവായിട്ടാണ് ഇത് നമ്മൾ കാണുന്നത്. ഇവിടം മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് പഴയ ജനപദമായിരുന്നു. അപ്പോൾ ഈ ചിത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വനത്തിനകത്തായതുകൊണ്ട് ഒരു സാധാരണ ഒരു സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം ഇതിനെ കാണാനുള്ള അവസരമില്ല. അപ്പോൾ ഇതിലെ ചിത്രങ്ങളിൽ നമ്മൾ ഫോട്ടോഗ്രാഫ്സ് എടുത്ത് അതിനെ ഒന്ന് വെക്ടറൈസ് ചെയ്ത് ഇതിനെ നമ്മളുടെ എക്കോ ഷോപ്പുകളിൽ അതിനെ പ്രദർശിപ്പിച്ച് ഇവിടുത്തെ ഒരു വലിയൊരു സംസ്കാരം ഉണ്ടെന്നും ഇവിടെ ജനങ്ങൾ ആ രീതിയിൽ താമസിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു അറിവ് ആളുകൾക്ക് പകർന്നു കൊടുക്കുക. അതോടൊപ്പം ഈ ചിത്രങ്ങളുടെ മാതൃകയിൽ ലേഡീസ് ബാഗുകളിലെ അതിൻ്റെ പ്രിൻ്റ്, അതുപോലെ തന്നെ കോഫി മഗ്ഗുകളിൽ, അതുപോലെ തന്നെ നമ്മളുടെ കെട്ടിടങ്ങളുടെ ചുവരുകളിൽ ഇതിനെ അനുകരിച്ചുള്ള ഈ ചിത്രങ്ങൾ നമ്മൾ കൊടുക്കുന്നത് വഴി ഈ ഒരു പ്രദേശത്തിൽ ഒരു വലിയൊരു സംസ്കാരം ഉണ്ടായിരുന്നെന്നും ഒരു വനസംരക്ഷണം അതുവഴി അങ്ങനത്തെ ഒരു മെസ്സേജും കൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുക. ഇതേപോലെ മറ്റ് സ്ഥലങ്ങളിലോ ഇതേപോലെയുള്ള ചിത്രങ്ങളുണ്ടോ? നമ്മുടെ കാടിൻ്റെ അകത്ത് മറ്റേതെങ്കിലും ശിലകളിൽ ഇത്തരം ചിത്രങ്ങളുണ്ടോ? ഒരു 2 സ്ഥലങ്ങളിലും കൂടെ ഇതുപോലുള്ള ചിത്രങ്ങളുണ്ട്. അത് നമ്മളുടെ കുടിയിലാണ്. അവിടുന്ന് നമ്മൾ കുറച്ച് നടന്നു പോയി കഴിഞ്ഞാലാണ് അത് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ കാലപ്പഴക്കം നമുക്ക് കണക്കാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതിന് വിദഗ്ധരുടെ ആരെങ്കിലും സഹായം തേടുന്നുണ്ടോ? ഓൾറെഡി കുറച്ച് ആർക്കിയോളജിസ്റ്റുകൾ നേരത്തെ വന്നതുണ്ട്. അവരുടെ ഒരു കണക്ക് കൂട്ടൽ പ്രകാരം 2000 വർഷത്തിന് മേൽ എന്തായാലും ഇതിന് പഴക്കമുണ്ടെന്നാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം ഇതിൻ്റെ എക്സ്പേർട്സുമായിട്ട് ഓൾറെഡി കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ഒന്ന് വന്ന് കണ്ടാൽ കുറച്ചുകൂടെ ആധികാരികമായിട്ട് പറയത്തക്ക ഈ മേഖലയിലെ അറിവും ഇതും ഉള്ള ആളുകളെ നമ്മുടെ ആർക്കിയോളജിസ്റ്റുകളെ ഒന്ന് വിളിച്ച് ഒന്ന് കാണിച്ച് കുറച്ചും കൂടെ ഇതിനെ ജനങ്ങൾക്ക് ബോധ്യമാകുന്ന രീതിയിൽ കുറച്ചുകൂടി ഇതിൻ്റെ ഒരു കൃത്യത വരുത്തി ജനങ്ങളിലേക്കൊന്ന് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. തീർച്ചയായിട്ടും മറയൂർ ഉൾപ്പെടുന്ന 5 നാടുകളെ സംബന്ധിച്ച വലിയ സംസ്കാരമുണ്ട്. സാധാരണ വിനോദസഞ്ചാരികൾ ഇതിലൂടെ എത്തി പ്രകൃതി ഭംഗി മാത്രം ആസ്വദിച്ച് കടന്നു പോകുന്ന ഒരു രീതിയാണുള്ളത്. അതുകൂടാതെ ഈ നാടിനൊരു സംസ്കാരമുണ്ടെന്നും അതിൻ്റെ പൈതൃകം എന്താണെന്നും ജനങ്ങളിലേക്ക് എത്തിക്കുക, ആ ഒരു ഉദ്യമത്തിനാണ് വനം വകുപ്പ് ഇവിടെ ഒരു ശ്രമം നടത്തുന്നത്. തീർച്ചയായിട്ടും അത് വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മറയൂർ ചന്ദനക്കാട്ടിൽ നിന്ന് വിനോ കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്. ജെയിനസ് രാജ് തന്നെ നമ്മുടെ കൂടെയുണ്ട്. ജെയിൻ, ഒരു യാത്ര പോകുമ്പോൾ ശരിക്കും നമ്മൾ എന്ത് കാണാൻ വേണ്ടിയിട്ടാണ്, എന്ത് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് ചെല്ലുന്നത്, അതിനെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു നാടിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് പഠിച്ച് അല്ലെങ്കിൽ അവിടെ ചെന്ന് അതിനെ അറിഞ്ഞൊരു യാത്ര നടത്തുക എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു കാര്യമാണ്. അങ്ങനെയാണ് ഇപ്പോൾ മറയൂരിലെ കാര്യങ്ങൾ, അവിടുത്തെ സംസ്കാരം, അവിടുത്തെ പൈതൃകമൊക്കെ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് വനം വകുപ്പ് മുൻകൈ എടുക്കുന്നു എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ ജെയിൻ എന്തുമാത്രം കാര്യങ്ങൾ മുന്നിലേക്ക് പറഞ്ഞിട്ടുണ്ട്, എന്തെല്ലാം അറിവുകൾ നൽകിയിട്ടുണ്ട്. ഇതുകൂടെ ചേർത്താൽ എത്രയെത്ര കാര്യങ്ങൾ ഇനി തീർച്ചയായിട്ടും അറിയാൻ പറ്റുമല്ലേ? എന്തായാലും എങ്ങനെയാണ് വനം വകുപ്പ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? നമ്മൾ മറയൂരിലേക്ക് വിനോദയാത്രയായി പോകാറുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പ്രധാനമായും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ പ്രകൃതി ഭംഗിയാണ്. അതോടൊപ്പം തന്നെ അവിടുത്തെ കാലാവസ്ഥയാണ്. അവിടെ മുനിയറകളുണ്ട്, അതോടൊപ്പം തന്നെ മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗിയുണ്ട്, വൈൽഡ് ലൈഫുണ്ട്. വന്യജീവികളെ നേരിട്ട് അവിടെ എത്തിയാൽ കാണാൻ കഴിയും. കാട്ടുപോത്തും മാനും റോഡരികിൽ തന്നെ ഉണ്ടാകും. അതോടൊപ്പം തന്നെ കാന്തല്ലൂർ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ശീതകാല പച്ചക്കറിത്തോട്ടമാണ്. അവിടെ സാധാരണ നമ്മുടെ കേരളത്തിൽ കൃഷി ചെയ്യാത്ത പല വിളകളും അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കോളിഫ്ലവർ ഉൾപ്പെടെയുള്ള കൃഷിയും അതോടൊപ്പം തന്നെ പഴങ്ങൾ, സ്ട്രോബെറി അടക്കമുള്ള പഴങ്ങളും കൃഷി ചെയ്യുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ
അങ്ങോട്ടേക്ക് ഈ വിനോദയാത്ര പോകുന്ന ആളുകൾ കൂടുതലും പ്രതീക്ഷിക്കുന്ന കാഴ്ച ഇതൊക്കെയാണ്. പക്ഷെ അതിനപ്പുറം ആ നാടിനൊരു സംസ്കാരമുണ്ട്. അഞ്ചുനാട് എന്നാണ് അറിയപ്പെടുന്നത്. ആ അഞ്ചുനാട്ടിൽ ഒരു സംസ്കാരമുണ്ട്, പ്രാചീന ചരിത്രമുണ്ട്, മുനിയറകളുണ്ട്. പലപ്പോഴും മുനിയറകളൊക്കെ കാണാൻ വിനോദസഞ്ചാരികൾക്ക് കഴിയാറുണ്ട്. പക്ഷേ കാടിൻ്റെ അകത്ത് ചന്ദനക്കാടുകൾക്കുള്ളിൽ ആളുകൾ താമസിച്ചിരുന്നു. അവരുടെ പ്രാചീന ജീവിതം എങ്ങനെയാണ്, അവരുടെ ചില ആർട്ടുകളുണ്ട്, ആ കല്ലിലൊക്കെ കുത്തിവെച്ചിട്ടുള്ള ആർട്ടുകൾ, അതൊന്നും മറ്റാർക്കും കാണാനുള്ള അവസരം കിട്ടാറില്ല. അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ദൗത്യമാണ് വനംവകുപ്പ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പോൾ പത്തിപ്പാറയിൽ ഒരു ചിത്രം, ഒരു ശിലാ ചിത്രമുണ്ട്. ആ ചിത്രം പൂർണ്ണമായും വ്യക്തമല്ല, കാലപ്പഴക്കം കൊണ്ട് അവ്യക്തമായി തീർന്നിട്ടുണ്ട്. അത് വീണ്ടെടുത്ത് അതിനെ ഒരു ചിത്രമാക്കി അവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് നൽകുന്നതിനായി ബാഗുകളിലും മറ്റും ആലേഖനം ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ പല ഗുണങ്ങളുണ്ട്. ഒന്ന്, മനോഹരമായ ഒരു ചിത്രം അത് കൂടുതൽ ആളുകളെ ആകർഷിക്കും. അതോടൊപ്പം തന്നെ അത് വിപണിയിലേക്ക് എത്തുമ്പോൾ അതിൽ നിന്നുള്ള വരുമാനം വനംവകുപ്പിന് ലഭിക്കും. അവിടുത്തെയുള്ള ആദിവാസികളുടെ അടക്കം ഉന്നമനത്തിന് അത് ഉപയോഗിക്കാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ആ നാട്ടിലെത്തുന്ന ആളുകൾ തിരിച്ചു പോകുമ്പോൾ ആ നാടിൻ്റെ ഒരു ചരിത്രവുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ വിവിധ സ്ഥലങ്ങളിലേക്ക് അവർ പോകുമ്പോൾ ആ ചരിത്രം അല്ലെങ്കിൽ ആ പൈതൃകം, അതിൻ്റെ സന്ദേശം, അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ മറ്റു പല ആളുകളിലേക്കും എത്തുന്നു എന്ന രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അത് എന്തായാലും അതിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലായിരിക്കും ആ പദ്ധതി യാഥാർത്ഥ്യമാകുക. ഇപ്പോൾ ആ ചിത്രം വികസിപ്പിച്ച് അത് പൂർണ്ണമായും ആ രൂപത്തിലേക്ക് വീണ്ടെടുക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് വനംവകുപ്പ്. തീർച്ചയായും നല്ലൊരു കാര്യം തന്നെയാണ് വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്.